ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. ഒരിക്കൽ കൂടെ നിങ്ങളെ അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിലേക്ക് ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം വീണ്ടും നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ഒരു രാത്രി കൂടി ഒരുക്കിയിരിക്കുകയാണ്. ഇത് ഒരു വിരുന്നാണ്. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി നമ്മുടെ ജീവിതങ്ങളുടെ മേൽ നിറഞ്ഞു കവിയുന്ന ഒരു വിരുന്നിൻ്റെ രാത്രിയിലാണ് നമ്മൾ ഒരുമിച്ച് വ്യാപരിക്കുക. നിശ്ചയമായിട്ടും നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, ദൈവത്തിനത് നിസാരമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം ജീവനല്ലാത്ത മണ്ണ് തൻ്റെ കരങ്ങളിലെടുത്ത് രൂപപ്പെടുത്തി തൻ്റെ ജീവൻ കൊടുത്തിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ ജീവനല്ലാത്തൊരു മണ്ണിൽ ജീവൻ കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി ഇറങ്ങി വരും. ആ ശക്തി സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കും: തൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തു വഴി നാം ജീവിക്കേണ്ടതിനായി അവിടുന്ന് അവനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് നാം അവനിലൂടെ ജീവിക്കേണ്ടതിനാണ്, അവനിലൂടെ ജീവൻ പ്രാപിക്കേണ്ടതിനാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞാനും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. വിശ്വാസത്തോടെ അവൻ്റെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ രാത്രിയിൽ നിനക്ക് വലിയൊരു അത്ഭുതം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവൻ്റെ നാമം വിളിക്കുന്നിടത്തെല്ലാം അത്ഭുതങ്ങളുടെ പരമ്പര ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിച്ചുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ ചുവടുകൾ വയ്ക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ചേർന്ന് കരമടിക്കാം. ജീവനോടെ സന്തോഷത്തോടെ കരമടിക്കാം. സ്വാതന്ത്ര്യത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ ആവാം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും, ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ, ഹല്ലേലൂയാ മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും, ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ, ഹല്ലേലൂയാ മഹത്വം. ശക്തിയാലെ എന്നെ നിറച്ചിടുന്ന കർത്താവിനെന്നും മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടുന്ന കർത്താവിനെന്നും മഹത്വം. കരമുയർത്തിയടിക്കാം. എല്ലാവരും കരമുയർത്തിയടിക്കാം. പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ, ഹല്ലേലൂയാ മഹത്വം. ആമേൻ. നീ മാത്രം ആരാധ്യൻ എന്നെന്നും കർത്താവ്, ഹല്ലേലൂയാ മഹത്വം.
മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടുന്ന കർത്താവിനെന്നും മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടുന്ന കർത്താവിനെന്നും മഹത്വം. ശക്തമായി കലപിടിച്ച് വലിയ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാം. കാലുകൾ മാനിച്ചോട്ടെ. കാലുകൾ മാനിച്ചോട്ടെ. ജീവൻ പോരാ. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റിയോ ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റിയോ ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ. ഹല്ലേലൂയ മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടുന്ന കർത്താവിനെന്നും മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടുന്ന കർത്താവിനെന്നും മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ ഹല്ലേലൂയാ മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും. ഹല്ലേലൂയ മഹത്വം. സന്തോഷത്തോടെ ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം. ആമേൻ. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം. Glory. യേശുവേ. ശക്തമായി. ഹല്ലേലൂയ. ആമേൻ. Glory. ഓ യേശുവേ. ഈ രാത്രിയിൽ അവിടുത്തെ അപരിമേയമായ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ആരാധിക്കുന്ന ഈ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ അപരിമേയമായ ശക്തി ഇറങ്ങുന്ന ഈ രാത്രിയെ പ്രതി സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. മഹത്വം കർത്താവേ. മഹത്വം മഹത്വം. കരമേർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. മഹത്വം കർത്താവേ. നന്ദി കർത്താവേ. സ്തുതി കർത്താവേ. ഈ സമയം ഞങ്ങളുടെ കൂട്ടായ്മയുടെ മേൽ, കുടുംബത്തിന്റെ മേൽ, സമൂഹത്തിന്റെ മേൽ ദൈവത്തിന്റെ അപരിമേയമായ കൃപ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികൾ വിടുതൽ പ്രാപിക്കുവാൻ, തളർന്നവരെ ഉണർന്നെഴുന്നേൽക്കുവാൻ, കർത്താവേ തകർന്ന ദാമ്പത്യ ജീവിതങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുവാൻ കർത്താവേ രാത്രിയിൽ അവിടുത്തെ അപരിമേയമായ ശക്തി കുടുംബങ്ങളുടെ മേൽ നിറയട്ടെ, കുടുംബങ്ങളുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം കർത്താവേ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. ആരാധന. മഹത്വം 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 മഹത്വം. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കർത്താവേ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതവാനായ ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. മഹത്വം കർത്താവേ. മഹത്വം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിന് കൊടുക്കാം. രോഗപീഠകൾ, ജീവിത ക്ലേശങ്ങൾ, മനപീഠകൾ, പൈശാചിക ബന്ധനങ്ങൾ തകർക്കുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നിശ്ചയമായിട്ട് നമ്മെ അനുഗ്രഹിക്കും. ഇത് അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എല്ലാ നൈറ്റ് വിജിലുകളിലൂടെയും അനേകർ അനുഗ്രഹിക്കപ്പെടുന്ന കത്തുകളും ഫോണുകളും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്.
നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ രാത്രി ഞാനും അനുഗ്രഹിക്കപ്പെടും എന്ന് ഉറച്ചു വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന നാമം ഏക രക്ഷാനാമമാണ്. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയിട്ടില്ല. ആ നാമം പാവനമാണ്, ആ നാമം പരിശുദ്ധമാണ്, ആ നാമം ശക്തമാണ്. യേശു എന്ന നാമം വിളിക്കുന്ന അനേകർ അത്ഭുതകരമായി സൗഖ്യപ്പെടുന്നത് എൻ്റെ തുറന്ന കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള അനുഭവമാണ്. പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. യേശു എന്ന നാമം വിളിക്കുമ്പോൾ വിടുതലിൻ്റെ വലിയ പ്രവാഹം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. നിശ്ചയമായും നമുക്ക് ആ ഏക രക്ഷാനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധമായ നാമത്തെ വാഴ്ത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. കരമരുതേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പാവനം പാവനം യേശുനാമം പാവനം, പാവനമതി പാവനം യേശുനാമം പാവനം. മോഹനം മോഹനം യേശുദർശനം സദാ, മോഹനമതി മോഹനം യേശുദർശനം സദാ. പാവനം പാവനം യേശുനാമം പാവനം, പാവനമതി പാവനം യേശുനാമം പാവനം. മോഹനം മോഹനം യേശുദർശനം സദാ, മോഹനമതി മോഹനം യേശുദർശനം സദാ. കരമുയർത്തിയടിക്കാം. എല്ലാവരും ചേർന്ന് കരമുയർത്തി താളത്തില് മാധുര്യമതി മാധുര്യം യേശുവചനം മാധുര്യം, മാധുര്യമതി മാധുര്യം യേശുവചനം മാധുര്യം. സുന്ദരമതി സുന്ദരം യേശുരൂപം സുന്ദരം, സുന്ദരമതി സുന്ദരം യേശുരൂപം സുന്ദരം. സുന്ദരമതി സുന്ദരം യേശുരൂപം സുന്ദരം, സുന്ദരമതി സുന്ദരം യേശുരൂപം സുന്ദരം. അന്ധത മാറ്റിയ നാമം, പല കണ്ണു തുറപ്പിച്ച നാമം, ഉദ്ധിതനേശുവിൻ നാമം, ഉന്നതിയേകുന്ന നാമം, അന്ധത മാറ്റിയ നാമം, പല കണ്ണു തുറപ്പിച്ച നാമം, ഉദ്ധിതനേശുവിൻ നാമം, ഉന്നതിയേകുന്ന നാമം. പാവനം പാവനം യേശുനാമം പാവനം, സന്തോഷത്തോടെ പാവനമതി പാവനം യേശുനാമം പാവനം. മോഹനം മോഹനം യേശുദർശനം സദാ, മോഹനമതി മോഹനം യേശുദർശനം സദാ. കാലുകളൊന്ന് മാറ്റി ചവിട്ടി. ആമേൻ. ജീവനോടെ, ശക്തിയോടെ, സന്തോഷത്തോടെ
സർവദാ സാന്ത്വനം യേശു ഹൃദയം സാന്ത്വനം സർവദാ സാന്ത്വനം യേശു ഹൃദയം സാന്ത്വനം സാദരമിനി സാദരം സ്തുതികൾ പാടി വാഴ്ത്തിടാം 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 അന്ധതമാക്കിയ നാമം കണ്ണു തുറപ്പിച്ച നാമം ബുദ്ധിതനേശുവിൻ നാമം ഉന്നതിയേകുന്ന നാമം അന്ധതമാക്കിയ നാമം കണ്ണു തുറപ്പിച്ച നാമം ബുദ്ധിതനേശുവിൻ നാമം ഉന്നതിയേകുന്ന നാമം എന്റെ വീട് സ്വർഗമാക്കും നാമമേ എന്റെ നാട് നല്ലതാക്കും ദീപമേ സ്നേഹമേ രാജരാജനേശ്വരേ വാഴ്ത്തിടാം ആയിരം പദങ്ങളാ പാവനം പാവനം യേശുനാമ പാവനം പാവനമതി പാവനം യേശുനാമ പാവനം മോഹനം മോഹനം യേശു ദർശനം സദാ മോഹനമതി മോഹനം യേശു ദർശനം സദാ പാവനം പാവനം യേശുനാമ പാവനം പാവനമതി പാവനം യേശുനാമ പാവനം യേശുനാമ പാവനം യേശുനാമ പാവനം യേശുനാമ പാവനം ഓ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ കർത്താവേ ഈ രാത്രിയിൽ അത്ഭുതങ്ങളുടെ രാത്രിയിൽ അനേകര് സൗഖ്യപ്പെടട്ടെ കർത്താവേ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ കടബാധ്യതയിൽ നിന്ന് മോചനം കിട്ടട്ടെ കുടുംബ തകർച്ചയിൽ നിന്ന് മോചനം കിട്ടട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തകർന്ന ഹൃദയങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യണമേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു എന്ന പാവന നാമം ഉയർത്തപ്പെടട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുനാമം പാവനം യേശുനാമം പാവനം ജപമാല വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. വലിയ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ പ്രാർത്ഥനയാണ് ജപമാല. നമ്മൾ ജപമാലയിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഒരുങ്ങുകയാണ്. ഈ സെഷൻ നയിക്കുന്നത് ശാലോമിൻ്റെ ശുശ്രൂഷകനായ മനോജ് മാത്യുവാണ്. വളരെ നാളുകളായി ശാലോമിൽ ശുശ്രൂഷ ചെയ്യുന്ന അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഈ നിമിഷങ്ങളിൽ ജപമാല ചൊല്ലി കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ജപമാല നെഞ്ചോടു ചേർത്തുമല്ലേ തിരുനാമമന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ മരിയാമ്പികേ തവ നെഞ്ചിലൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്ക്കൂ.
പാദങ്ങളിൽ ജീവിതം സമ്പൂർണ്ണ ബലിയാ നൽകിയല്ലോ. ജപമാല നെഞ്ചോടു ചേർത്തുമല്ലേ തിരുനാമ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ. മനസ്സോടെ നൽകിയൊരമ്മയല്ലേ മണ്ണിനു പുണ്യമായി തീരും മക്കൾ മണ്ണിൽ ജനിക്കാൻ പ്രാർത്ഥിക്കണേ. ജപമാല നെഞ്ചോടു ചേർത്തുമല്ലേ തിരുനാമ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ. ജപമാലകൾ നമുക്ക് കൈകളെടുക്കാം. പരിശുദ്ധ അമ്മയോടും ഔസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ ജപമാല പ്രാർത്ഥനയോട് നമുക്ക് കടന്നു പോകാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, ഇളയരും നന്ദിയേറ്റ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങയുടെ അനന്തമായ ദയ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായിട്ട് ഈ ജപമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന്
മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രൻ തമ്പുരാന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷ സഹായമുള്ള ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാമത്തെ രഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശിരസിന്മേൽ യഹൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ദൈവകരങ്ങളിലേക്ക് എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യുവത്വത്തിൽ തന്നെ അങ്ങേ അറിയുവാൻ, അങ്ങേ അനുഭവിക്കുവാൻ, അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള വലിയ അനുഗ്രഹവും കൃപയും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ,
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവേ പ്രാർത്ഥിക്കാം നിൻ തിരുസുതനോട്, മാതാവേ യാചിക്കാം നിൻ പ്രിയ മക്കൾക്കായി. മാതാവേ പ്രാർത്ഥിക്കാം നിൻ തിരുസുതനോട്, മാതാവേ യാചിക്കാം നിൻ പ്രിയ മക്കൾക്കായി. മാതാവേ പ്രാർത്ഥിക്കാം നിൻ തിരുസുതനോട്, മാതാവേ യാചിക്കാം നിൻ പ്രിയ മക്കൾക്കായി. മാതാവേ പ്രാർത്ഥിക്കാം നിൻ തിരുസുതനോട്, മാതാവേ യാചിക്കാം നിൻ പ്രിയ മക്കൾക്കായി. നാലാമത്തെ രഹസ്യം ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തെ വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് ഏറ്റവും വ്യാകുലവും അപമാനവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ദൈവവരങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലും യേശുവിൻ്റെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ഏറ്റെടുക്കുവാൻ വേണ്ടി, അവരുടെ ഉദ്യമങ്ങളെല്ലാം ഏറ്റവും ഫലമുണ്ടായി തീരുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിന് പിന്നിൽ അധ്വാനിക്കുമ്പോൾ അവരഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം സകല ജനങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് ഈ രഹസ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായമുള്ള ദൃശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാമത്തെ രഹസ്യം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുൻപാകെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുസഭയെ നയിക്കുന്ന മാർപ്പാപ്പയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. തിരുസഭയെ നയിക്കുന്ന എല്ലാ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ സമർപ്പിതരെയും സമർപ്പിക്കാം. എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാം പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് തിരുസഭ മുഴുവൻ ഉണരുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് രഹസ്യം സമർപ്പിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായിട്ട് സമർപ്പിക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കനിയണമേ, മിശിഹായെ കനിയണമേ, റൂഹായെ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ. പരിശുദ്ധയായി വിളങ്ങും കന്യകാമേരിയമ്മേ, ദൈവകർത്താവിൻ്റെ ഏറ്റം ദിവ്യയാകും ജനനേ, കന്യകാകൂലത്തിനേറ്റം വന്ദനീയ മൗലിയേ, ദേഹശുദ്ധിയാൽ വിളങ്ങും പുണ്യഗേഹ മാതാവേ, അത്ഭുതത്തിനെപ്പോഴും പദാർത്ഥമായ മാതാവേ, സൃഷ്ടിതാവിൻ നമ്മതിയെ ലോകത്തിനും മാതാവേ, ലോകമൊക്കെ ലോകരാലെ തീർത്ഥനീയ കന്യകേ, വല്ലഭൻ തൻ പുത്രനാലെ വല്ല
വല്ലഭയാം കന്യകേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. അമ്മയെ പോൽ സൗമ്യത കാരുണ്യമേറും കന്യകേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കണ്ണിനെല്ലാം പുണ്യപൂർത്തി ആയിടും കണ്ണാടിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവിക സൗരഭ്യസാര പൂർണ്ണറോസാ പുഷ്പമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പൊന്നുകൊണ്ടു മിന്നിടുന്ന വന്ദനീയ ഗേഹമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പാപികൾക്കു പാപഭാരം പോക്കിടും സങ്കേതമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ക്രിസ്തുവിൽ വിശ്വാസികൾക്കു വാസ്തവ സങ്കേതമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവദൂതന്മാർ വണങ്ങും ദൈവലോകരാജ്ഞിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങൾ തൻ പാപങ്ങളെല്ലാം വിധയാൽ ക്ഷമിച്ചിടണേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ നീ ചെവിക്കൊള്ളണമേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ ചൊരിയൂ എന്നും നിൻ അനുഗ്രഹങ്ങൾ. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വചനമാണ്. എങ്കിലും ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം വീണ്ടും ജീവദായകമാവുകയാണ്. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യത സംഭവിച്ചിട്ടില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, രക്ഷിക്കാൻ പറ്റാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു കത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വായിക്കാനിടയായി. അതിപ്രകാരമാണ്, ആലപ്പുഴയിൽ നിന്ന് ഗൾഫിലുള്ള ഒരു സഹോദരി എഴുതിയിരിക്കുകയാണ്. ആലപ്പുഴക്കാരിയാണ്. തൻ്റെ ഗർഭപാത്രത്തിൽ 4 മുഴകളുണ്ട്. അവരുടെ ആ മുഴകൾ വലിയ പ്രശ്നമായിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്കുണ്ട്. ഡോക്ടർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം. അപ്പോൾ ആ സഹോദരി പ്രാർത്ഥനാ സഹായം ഇങ്ങനെ എഴുതി അയച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, രക്ഷിക്കാൻ ആവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യത സംഭവിച്ചിട്ടില്ല. ഈ വചനമയച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഇപ്പോൾ സൗദി അറേബ്യയിലായിരിക്കുന്ന ഈ ത്രേസ്യാം എന്ന് പറയുന്ന സഹോദരിയുടെ ഉദരത്തിലെ ഗർഭപാത്രത്തിലെ മുഴകളെ നിന്റെ വചനമയച്ച് നീ സൗഖ്യപ്പെടുത്തണമേ. രക്ഷിക്കാൻ പറ്റാത്ത വിധം നിന്റെ കരം കുറുകിപ്പോയിട്ടില്ല,
പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് തൻ്റെ നീളമുള്ള കരം നീട്ടി ഈ സഹോദരിയെ സ്പർശിക്കുകയും അവർ സൗഖ്യപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ടിവിയുടെ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് നീളമുള്ള കരം നീട്ടി കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ പോവുകയാണ്. അവിടുന്ന് അരുളി ചെയ്യുന്നു, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകെ പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ വീണ്ടും കരങ്ങൾ കോർത്ത് പിടിച്ച്, കരങ്ങൾ കോർത്ത് പിടിച്ച് പരസ്പരം നോക്കി ചിരിച്ച് ശാപങ്ങൾ മാറ്റി ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റിയോ ഹല്ലേലൂയ മഹത്വം. ഇരുവശങ്ങളും കൈയടിച്ച് നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കൈയടിച്ചല്ലോ. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ ഹല്ലേലൂയ മഹത്വം.